എന്താ ഇത്? മാപ്പപേക്ഷകളാ. 5 പേരുടെ ഉണ്ട്. വായിച്ചു കേൾപ്പിക്കണമെങ്കിൽ കേൾപ്പിക്കാം. എന്തിനാ ആന്റി ഇതൊക്കെ? എന്റെ ഒരു സമാധാനത്തിന്. മോളെ എത്ര അവര് ദ്രോഹിച്ചത്. അതൊക്കെ ഒരു രസമല്ലേ? ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ. ദാ എനിക്ക് ഒരു പരാതിയില്ല. എന്നാലും അവർ കാണിച്ചതൊക്കെ കുറച്ച് കടന്ന കയ്യാ. ശാപം കിട്ടിയ പോലെ 5 എണ്ണം. അല്ലാണ്ട് എന്താ? ഓ, എനിക്ക് മടുത്തു. ചെറുപ്പത്തിലെ ഞാൻ കുറച്ച് മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുത്തു പോയി. ഓ, അത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ കരുതിയില്ല. ചെറുപ്പത്തിൽ തീവ്രവാദികളെ കുറിച്ച് പഠിക്കാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ അതായി പോയേനെ. ഇവർക്ക് ഈ പെൺവിരോധം എങ്ങനെയാ വന്നേ? എനിക്കറിയില്ല. ആദ്യം ഒരുത്തന് തുടങ്ങി, പിന്നെ കുറച്ചെയായി എല്ലാവരും. ടീച്ചർ പഠിച്ച പണി 18 നോക്കി. ഇനി വല്ല മനോരോഗമാണെങ്കിൽ അതിന് ഡോക്ടറെ കാണിക്കാം. അതിന് കൂടെ വരണ്ടേ? ഇതൊരു തരം ക്രേസാ. എന്ന് വെച്ചാ ഭ്രാന്തെന്നല്ലേ? അത്രയും വരില്ല, ഒരു ഭ്രമം. പണ്ട് ആളുകൾ ഹിപ്പികളായിരുന്നില്ലേ? അതുപോലൊരു ഫാഷൻ. അത് കുറച്ച് കഴിയുമ്പോൾ അവർ തിരുത്തിക്കോളും. ഞാൻ ചത്തിട്ടോ? ഞാൻ അവരെ മാറ്റി തന്നാലോ? ആന്റിയുടെ ആവശ്യം എന്താ? അവര് നന്നാവണം, പണിക്ക് പോണം, പെണ്ണ് കെട്ടണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഒരു ഫോട്ടോ എടുത്ത് ടീച്ചറെ കൈ കൊടുത്തേക്ക്. കാണാതായ പത്രത്തിൽ കൊടുക്കാനാ. ഇവര് നിസ്സാരക്കാരനേട്ടാ. ഡൽഹിയിലെ ക്രിമിനൽ ചേരിയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ആളുകളെ ബോധവൽക്കരിക്കാൻ. പിന്നെന്താ? ശ്രമിച്ചു നോക്ക്. ഓരോ പ്രായത്തിൽ ഓരോ അപകടം പറ്റുമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. നമുക്കൊരു പരീക്ഷണം നടത്തിക്കളയാം. ആന്റി നോക്കിക്കോ, അവരെന്താവണോന്ന് ആന്റി ആഗ്രഹിക്കുന്നോ അതൊക്കെ അവരാകും, ഉറപ്പ്. ആളുകൾ എന്റെ മുഖത്ത് നോക്കി കളിയാക്കാറില്ലെന്നേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു തിരിക്കുന്നത് ഇവരുടെ മണ്ടത്തരങ്ങളാ. ഇന്നത്തെ ഡേറ്റ് ആന്റി എഴുതി വെച്ചോ. ആന്റിയുടെ മക്കളുടെ മാറ്റത്തിന്റെ തുടക്കം. ഇതെന്താ ഇത്? മിഠായിയോ? ഓ, കാക്കയായിരിക്കും. ചേടാ, ഇതാരാടാ? ഇതെന്താ? മിഠായി മഴയോ?